നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, ചീരു ചിലപ്പോ ഉറങ്ങിക്കാണും. കുഞ്ഞുള്ളതല്ലേ. പാതിരാത്രിയിലൊക്കെ കുഞ്ഞുണർന്ന് കരയുമ്പോ പാല് കൊടുക്കേണ്ടതല്ലേ. ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയതാവും ഇനിയാ. അതേടാ, മാഷൻ ചിലപ്പോ കിടന്നു കാണും. അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾക്ക് ഓടാൻ ആ മനുഷ്യൻ മാത്രമല്ലേ ഉള്ളൂ. രഘു അവന്റെ ബിസിനസ്സുമായിട്ട് ഇങ്ങോട്ട് പോകുന്ന കാണില്ലേ? ആ, രഘുവേട്ടന് അമ്പിളി ചേച്ചിയായിട്ട് ഉടക്കിയതുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കില്ല. പിന്നെ അയാൾക്ക് ഇവിടെ ഉള്ളവരുടെ കാര്യം കൂടി നോക്കണ്ടേ? ഛേ, അതൊക്കെ അനന്തമാഷ് ഇടപെട്ട് കോംപ്രമൈസ് ആക്കി കാണും. പിന്നെയാ നീ വെറുതെ ആ കാര്യത്തിൽ രഘുവിനെ താഴ്ത്തിക്കെട്ടരുത്. ആർക്കും ഒരു തെറ്റൊക്കെ പറ്റും. നിനക്ക് തെറ്റ് പറ്റിയിട്ടില്ലേ? തെറ്റ് പറ്റിയാൽ അത് തെറ്റായിട്ട് അംഗീകരിക്കണം മാമ. അല്ലാതെ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ മുഴുവൻ എണ്ണി പറഞ്ഞ് താൻ വലിയ മാന്യനാണെന്ന് നടിച്ച് നടക്കരുത്. എനിക്ക് അതാ പിടിക്കാത്തത്. നമ്മൾ നാളെ ചെല്ലുമ്പോ രഘു അവിടെ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്നോട് കളിക്കാൻ വന്ന ഞാൻ അങ്ങേർക്ക് ഇതിലും വലിയ പണി കൊടുക്കും. മതി വിനയ, രഘുവിന് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇനി അവൻ ആരുമായ ഒരു കുഴപ്പത്തിനും പോവില്ല. നീ അതൊക്കെ വിട്. ആ കുടുംബത്തിൽ എല്ലാവരുമായിട്ട് രമ്യതയിൽ പോകാൻ നോക്ക്. എങ്കിലേ നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷ സമാധാനമൊക്കെ ഉണ്ടാവും. അതെ മോനെ, ഇപ്പോഴും നിന്റെ ജീരുന്റെ കാര്യത്തില് ഒരു ഉറച്ച തീരുമാനം ആയിട്ടില്ല. അത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലാവണമെങ്കിൽ നീ തന്നെ ശ്രദ്ധിക്കണം. എനിക്കെല്ലാരുമായി നല്ല രീതിയിൽ പോണം തന്നെയാണ് അമ്മ ആഗ്രഹം. ഏതായാലും നാളെ നമ്മൾ അങ്ങോട്ട് പോവല്ലോ. എനിക്കെന്റെ മോനെ കാണാൻ കൊതിയായിട്ട് വയ്യ. വേഗം ഒന്ന് നാളെ ആയാ മതിയായിരുന്നു. ആ, നാളത്തെ കാര്യം ഓർത്തേ ഇന്ന് നീ ഉറങ്ങില്ലേ വിനയ? ഉറങ്ങാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമേ. നീ ഉറങ്ങിയില്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാളെ അവിടെ എത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നില്ലെന്ന് മാത്രം പറയരുത്. വരാൻ കുറച്ച് വിഷമം ഉണ്ടാവും. എന്തായാലും വന്നല്ലേ പറ്റൂ. ഏതായാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മോനെ ചെന്ന് കാണാനുള്ള പെർമിഷൻ എടുത്തിട്ടേ ഞാനിങ്ങോട്ട് വരും. ഇവൻ ഈ പ്രതീക്ഷിക്കുന്ന പോലെ അവരിവനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവോ ഏട്ടാ? അതെന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ? വിനയം ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും എടുക്കാത്തോണ്ടാണോ? അവരാരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് നന്ദി പറയുന്ന വിനയൻ ആദ്യം വിചാരിച്ചത്. അതുണ്ടായില്ല. ഇപ്പൊ അവൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുകൂടി ചെയ്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാനില്ലതികെ. നാളെ അവിടെ ചെന്നാൽ അറിയാം അവരുടെ മനസ്സിൽ എന്താണെന്ന്. മാഷ് ഹോസ്പിറ്റലിൽ വെച്ച് വിനയന് കൊടുത്തൊരു വാക്കുണ്ടല്ലോ, അത് അദ്ദേഹം പാലിക്കുമെന്നാണ് എന്റെ വിശ്വാസം. മാഷതിന് അവന് വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഏട്ടാ. അവന്റെ ആവശ്യങ്ങള് പരിഗണിക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. നമ്മളും അതിന് സാക്ഷികളല്ലേ. മാഷവനെ പരിഗണിക്കാൻ തയ്യാറായാലും ചീരു സമ്മതിക്കണ്ടേ? അവളുടെ കാര്യത്തില് എനിക്കിപ്പോ ആശങ്ക. ചീരു വിനയന് വേണ്ടെന്ന് പറഞ്ഞോ എല്ലാം അതോടെ തീരില്ലേ?